എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബന്ധുമാധവിന്റെ വിഷലിപ്തമായ അപ്പം എന്ന കഥയെക്കുറിച്ചാണ്. ജാതി, സംഘർഷം, പിന്നെ ഒരു മനുഷ്യന്റെ അന്തസ്സിനായുള്ള പോരാട്ടം, ഇതെല്ലാം കൂടി ചേർന്ന നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണിത്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? വിഷലിപ്തമായ അപ്പം. വിശപ്പ് മാറ്റേണ്ട ഭക്ഷണം എങ്ങനെയാണ് വിഷമായി മാറുന്നത്? ശരിക്കും ഈ ഒരു ചോദ്യത്തിലാണ് ഈ കഥ മുഴുവൻ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിനുള്ള ഉത്തരം കണ്ടെത്താനൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ശരി, നമുക്ക് കഥയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിലെ പ്രധാന കഥാപാത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ആരാണിയാൾ? അദ്ദേഹം ജീവിക്കുന്ന ലോകം എങ്ങനെയുള്ളതാണ്? ഇതാണ് ബാപ്പു പാട്ടീൽ. ഒരു ദളിത് യുവാവാണ്. ഉയർന്ന ജാതിയിലുള്ളൊരു യജമാനന് വേണ്ടി താഴ്ന്ന ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് പറഞ്ഞാൽ അത് ഈ ജാതി വ്യവസ്ഥയുടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ പൂർണ്ണമായിട്ടും ബന്ധിക്കപ്പെട്ട ഒന്നാണ്. പക്ഷേ ഈ അടിമത്തത്തിന്റെയൊക്കെ ഇടയിലും ബാപ്പുവിന്റെ ഉള്ളില് എവിടെയോ ഒരു തീപ്പൊരി വീഴുന്നുണ്ട്, ഒരു തിരിച്ചറിവിന്റെ തീപ്പൊരി. ആ വ്യവസ്ഥയെ ചോദ്യം ചെയ്യാനും ഈ അനീതികളെക്കുറിച്ച് ചിന്തിക്കാനും തുടങ്ങുന്ന ആ നിമിഷം, അവിടെയാണ് നമ്മളൊരു പുതിയ ബാപ്പുവിനെ കാണുന്നത്. പക്ഷേ ബാപ്പുവിന്റെ ഈ ഒരു ഉണർവ് അല്ലെങ്കിൽ ഈ മാറ്റം അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മുത്തച്ഛനുമായിട്ട് ഒരു വലിയ സംഘർഷം തന്നെ ഉടലെടുക്കുന്നു. ഇവിടെ നമുക്ക് രണ്ട് തലമുറകൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വളരെ വ്യക്തമായി കാണാൻ പറ്റും. ഒരു സൈഡില് മാറ്റം വേണമെന്നാഗ്രഹിക്കുന്ന ഈ സിസ്റ്റത്തിനോട് കലഹിക്കുന്ന ബാപ്പു, മറ്റേ സൈഡിലോ തങ്ങളുടെ വിധി ഇതാണ്, ഇത് സഹിക്കുകയേ വഴിയുള്ളൂ എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ. മുത്തച്ഛന്റെ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം വർഷങ്ങളായി അനുഭവിച്ച ആ അടിച്ചമർത്തലുകൾ അത് ചെറുത്തു നിൽക്കാനുള്ളൊരു ഊർജം പോലും അവരിൽ നിന്ന് ഇല്ലാതാക്കിയിട്ടുണ്ട്. അതാണ് സത്യം. അതുകൊണ്ട് തന്നെ ബാപ്പു തന്റെ ചോദ്യങ്ങളും സംശയങ്ങളുമൊക്കെ ചോദിക്കുമ്പോഴേക്കും അതൊരു സമാധാനപരമായ ചർച്ചയൊന്നുമായിരുന്നില്ല. നേരെ മറിച്ച് അത് വീട്ടിലെ ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കുന്ന ഒരു വലിയ വഴക്കിലേക്ക് തന്നെ പോവുകയായിരുന്നു. ഈ പുറത്തുള്ള സംഘർഷങ്ങൾ ഒരു വശത്ത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ജാതി വ്യവസ്ഥ ഒരു മനുഷ്യന്റെ മനസ്സിനെ എത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിക്കുമെന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ബാപ്പുവിന്റെ ഉള്ളിനെ എങ്ങനെയാണ് കാർന്നു തിന്നുന്നത് എന്ന് നോക്കാം. അങ്ങനെ പതിയെ പതിയെ ബാപ്പു ഒരു സത്യം മനസ്സിലാക്കുകയാണ്. താൻ എത്രയൊക്കെ ശ്രമിച്ചാലും തലമുറകളായി അങ്ങോട്ട് വേരുറച്ചുപോയ ഈ ഒരു സിസ്റ്റത്തെ മാറ്റാൻ പറ്റില്ല. അതൊരു ഭയങ്കരമായ തിരിച്ചറിവായിരുന്നു. അത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തു കളഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു വശത്ത് ചെറുത്തു നിൽക്കണമെന്നുണ്ട്, പക്ഷെ മറുവശത്ത് ഒന്നും മാറാൻ പോകുന്നില്ല എന്നൊരു കടുത്ത നിരാശയും. ഈ രണ്ടും കൂടി അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങി. അതൊരു വലിയ മാനസിക സംഘർഷം തന്നെയല്ലേ? ഈ ജാതീയമായ അടിച്ചമർത്തൽ കാരണം ബാപ്പുവിനുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങള് ചില്ലറയല്ല. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നു, വല്ലാത്ത നിരാശ തോന്നുന്നു, സ്വന്തം നിസ്സഹായാവസ്ഥയോട് ദേഷ്യം വരുന്നു. അവസാനം താനൊരു ദളിതനായി ജനിച്ചല്ലോ എന്നോർത്ത് സ്വന്തം ഐഡന്റിറ്റിയെ തന്നെ വെറുക്കാൻ തുടങ്ങുകയാണ്. ഇനി നമ്മുടെ കഥയുടെ ഏറ്റവും വേദനിപ്പിക്കുന്നൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. പുറത്തുനിന്നുള്ള ഈ സമ്മർദ്ദങ്ങളെല്ലാം കൂടി ഒരു കുടുംബത്തെ എങ്ങനെയാണ് പൂർണ്ണമായി തകർക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ കഥയുടെ ട്രാജിക് എൻഡിംഗ് എന്ന് പറയുന്നത് പല സ്റ്റെപ്പുകളിലൂടെയാണ് സംഭവിക്കുന്നത്. ഒന്നാമത് വീട്ടിലെ വഴക്ക് വല്ലാതെ കൂടുന്നു. അത് പിന്നീടൊരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് നയിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവരുടെ ശാരീരികവും മാനസികവുമായുള്ള തളർച്ച ഒരു ഡോക്ടർ തിരിച്ചറിയുമ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. അവസാനം ബാപ്പു തന്റെ പോരാട്ടമൊക്കെ നിർത്തി ആ വ്യവസ്ഥയ്ക്ക് മുന്നിൽ അടിയറവ് പറയുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. മുത്തച്ഛന്റെ അസുഖമെന്ന് പറയുന്നത് വെറുമൊരു ശാരീരിക പ്രശ്നം മാത്രമല്ല, അതൊരു സിമ്പലാണ്. ജാതിയുടെ ഭാരം താങ്ങാൻ പറ്റാതെ ഒരു കുടുംബം മൊത്തത്തിൽ തകർന്നു പോകുന്നതിന്റെ ഒരു പ്രതീകം. അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് വിഷലിപ്തമായ അപ്പം എന്ന ഈ കഥ ഇന്നും ഇത്രയധികം പ്രസക്തമായിരിക്കുന്നത്? നമുക്ക് നോക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ കഥ മുന്നോട്ട് വയ്ക്കുന്നത്. 1, ജാതീയമായ അടിച്ചമർത്തൽ. 2, തലമുറകൾക്കിടയിലുള്ള സംഘർഷം. പിന്നെ മൂന്നാമത്തേത് അന്തസ്സായി ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ പോരാട്ടം. ബാപ്പുവിന്റെ ആ ഒരു നിരാശയും മുത്തച്ഛന്റെ ആ ഒരു നിസ്സംഗതയും തമ്മിലുള്ള ആ ഒരു ക്ലാഷില്ലേ, അത് ഈ ആശയങ്ങളെയൊക്കെ ശരിക്കും അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം എങ്ങനെയാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെയും അവരുടെ സ്വപ്നങ്ങളെയും ബന്ധങ്ങളെയും വരെ നിയന്ത്രിക്കുന്നത് എന്നാണ്. ഇതൊരു വെറും കഥയല്ല, ഒരു വലിയ സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്ക് പിടിച്ച ഒരു കണ്ണാടിയാണ്. ഈ കഥയിലെ ഓരോ ഭാഗവും ഓരോ സന്ദർഭവും നമ്മളെ ശരിക്കും ആഴത്തിൽ ചിന്തിപ്പിക്കുമല്ലേ?
അപ്പോൾ ഈ ഒരു വിശകലനം നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. ഈ അടിച്ചമർത്തലിന്റെ ചങ്ങലകളൊക്കെ നമ്മുടെ പാരമ്പര്യത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പൊട്ടിച്ചെറിയാൻ കഴിയുക? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഇതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ചിന്തിക്കാം.